നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM വിട്ട് UDF പിന്തുണയോടെ MLA ആയ മുതിർന്ന നേതാവാണ് ജി സുധാകരൻ. തെരഞ്ഞെടുപ്പിന് മുമ്പ് പല രാഷ്ട്രീയ നാടകങ്ങളായിരുന്നു അമ്പലപ്പുഴയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ ജി സുധാകരൻ അവിടെ മത്സരിക്കുകയും വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അവിടെ MLA ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം കൃത്യമായിട്ട് പല കാര്യങ്ങളിലും അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. ഇപ്പോൾ പൊതുസ്ഥലത്ത് വെച്ച് അദ്ദേഹം ഒരു കാര്യത്തിനായിട്ട് അവിടെ എത്തിയപ്പോൾ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ വളഞ്ഞിട്ട് അദ്ദേഹത്തോടെ ചോദ്യം ചോദിച്ച് ചില തർക്കങ്ങളിൽ ഏർപ്പെടുന്ന വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമ്പലപ്പുഴ MLA ജി സുധാകരനും CPM പ്രവർത്തകനും തമ്മിൽ നടന്ന വാക്ക് തർക്കമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത്. അമ്പലപ്പുഴ നീർക്കുന്നം സ്കൂളിൽ നിന്ന് അനധികൃതമായി മണ്ണ് കടത്തുന്നെന്ന ആരോപണം അന്വേഷിക്കാനാണ് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം ജി സുധാകരൻ MLA അവിടെ എത്തിയത്. പിന്നീടാണ് അത് വലിയ വാക്ക് തർക്കങ്ങൾക്ക് വഴിവെച്ചത്. അവിടെ CPM പ്രവർത്തകരുണ്ടായിരുന്നു. ഈ കാര്യം സംസാരിച്ച് പിന്നീട് അത് വലിയ വാക്ക് തർക്കങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തുടർന്ന് വന്ന തദ്ദേശ രാഷ്ട്രീയത്തിലും ആലപ്പുഴയിൽ CPM നേരിട്ടത് തികച്ചും ചരിത്രപരമായ തോറ്റുതുന്നമ്പാടലായിരുന്നു. പല മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തിരിച്ചടിയിൽ ഏറ്റവും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയൊരു മണ്ഡലമായിരുന്നു അമ്പലപ്പുഴ. അമ്പലപ്പുഴയിൽ ജി സുധാകരനും CPMനെ വെല്ലുവിളിച്ചു മത്സര രംഗത്ത് ഇറങ്ങിയതോടെ എന്ത് സംഭവിക്കും, അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വ പ്രഭാവത്തിൽ എത്രത്തോളം ആളുകൾ അദ്ദേഹത്തിനോടൊപ്പം അമ്പലപ്പുഴയിൽ നിൽക്കും എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു, അല്ലെങ്കിൽ ഒരു ആശങ്കയായിരുന്നു. പക്ഷെ തീർച്ചയായിട്ടും പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മികച്ച വിജയം തന്നെയാണ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നേടിയത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉറച്ച കോട്ടയെന്ന് പുകപ്പറ്റ ആലപ്പുഴ മണ്ണിൽ പാർട്ടി നേരിടുന്ന ദയനീയമായ ഈ അക്ഷയത്തിന് കാരണം അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്നും ജനകീയ നേതാക്കളിൽ നിന്നും പാർട്ടി നേതൃത്വം എത്രത്തോളം അകന്നു എന്നതിൻ്റെ വലിയ തെളിവായിരുന്നു. എന്നാൽ ഈ പരാജയങ്ങളിൽ നിന്നും തെറ്റുതിരുത്തി മുന്നോട്ടു പോകുന്നതിന് പകരം ജനസമ്മതിയുള്ള മുതിർന്ന നേതാക്കളെ റോഡിലിട്ട് അപമാനിക്കാനും വിചാരണ ചെയ്യാനും സൈബർ ഗ്രൗണ്ട് അക്രമികളെ അഴിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് താഴുകയാണ് പ്രാദേശിക CPM നേതൃത്വം എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ നേടിയ തിളക്കമാർന്ന വിജയവും ജനപിന്തുണയും അവിടുത്തെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ CPMന് കനത്ത തിരിച്ചടി നേരിട്ട സമയത്തും അമ്പലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകരും സാധാരണക്കാരായ CPMകാരും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സാധാരണ ജനങ്ങളും വോട്ട് ചെയ്തത് ജി സുധാകരൻ എന്ന വ്യക്തിക്കും അദ്ദേഹത്തിന്റെ വികസന നയങ്ങൾക്കുമായിരുന്നു. 25,000-ലധികം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ സുധാകരനെ ജയിപ്പിച്ചത് പാർട്ടിയുടെ കേവലമായ ദയയിലല്ല, മറിച്ച് ജനങ്ങൾക്ക് അദ്ദേഹത്തിലുള്ള അടിയറവില്ലാത്ത വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. എന്നാൽ ജനഹിതവും ജനവിധിയും എന്തെന്ന് ഒട്ടും തിരിച്ചറിയാൻ സാധിക്കാത്ത ചില അന്തം കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ച ഒരു വിഭാഗം പ്രാദേശിക സഖാക്കൾക്ക് ഈ യാഥാർത്ഥ്യം ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. സുധാകരനെ പൊതുജന മധ്യത്തിലും വഴിയോരങ്ങളിലും തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുക, അതിലൂടെ അദ്ദേഹത്തെ അപമാനിച്ച് ആ രംഗങ്ങൾ ക്യാമറയിൽ പകർത്തി സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ച് കയ്യടി നേടുക എന്ന ദാരിദ്ര്യം പിടിച്ച തന്ത്രമാണ് ഇപ്പോൾ CPM പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിൽ, പ്രത്യേകിച്ച് CPM സൈബർ ഹാൻഡിലുകളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. അതിനായി ഒരു പ്രത്യേക സൈബർ ഗ്രൗണ്ട് കർമ്മസേനയെ തന്നെ അമ്പലപ്പുഴയിൽ രൂപീകരിച്ചിട്ടുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. നീർക്കുന്നം സ്കൂളിലെ മണ്ണുകടത്തുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഉയർന്ന തർക്കവും കയ്യാങ്കളിയും ഇപ്പോൾ കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിരുന്നു എന്ന് തെളിയിക്കുന്നത്. സ്കൂൾ വളപ്പിലെ വെള്ളക്കെട്ടിനും തകർച്ചയ്ക്കും കാരണമാകുന്ന മണ്ണുകടത്ത് ചോദ്യം ചെയ്യാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സ്ഥലത്തെത്തിയ സുധാകരനെ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസിന്റെയും മുൻ MLA H സലാമിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന പ്രശാന്ത് കുട്ടിയുടെയും നേതൃത്വത്തിലുള്ള സംഘം തടയുകയായിരുന്നു. പാർട്ടിയുടെ, അതായത് അവിടെ എത്തി, എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളല്ല അവിടെ ഉടലെടുത്തത് എന്നുള്ളതാണ് പ്രത്യേകത. പാർട്ടിയുടെ ആനുകൂല്യം കൊണ്ടാണ് സുധാകരൻ എല്ലാം നേടിയതെന്ന അഹങ്കാരം നിറഞ്ഞ അധിക്ഷേപമാണ് അവർ പരസ്യമായി നടത്തിയത്. സുധാകരനെ പോലെ മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും അദ്ദേഹത്തോട് കയർക്കുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ആനന്ദം കണ്ടെത്തുകയാണ് ഒരു വിഭാഗം CPM പ്രവർത്തകർ. ഇതിന് പിന്നാലെ തന്നെ സാറെന്ന് തന്നെയാണ് വിളിപ്പിച്ചത്. അത്
പേടിപ്പിച്ചതാണ്, മനഃപൂർവ്വം പാർട്ടിയിൽ ഇരുന്നു കൊണ്ട് എല്ലാം നേടിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നതാണ് വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ സുധാകരൻ അപമാനിക്കുന്ന ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് ആഹ്ലാദിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തം പാർട്ടിയുടെ കുഴി തോണ്ടുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ലാതെ പോകുന്നു. ഒരു ജനകീയ നേതാവിനെ വഴിയാധാരത്തിൽ അപമാനിക്കുമ്പോൾ അത് കാണുന്ന സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ പാർട്ടി ഭരണത്തോടും നേതൃത്വത്തോടും ഉണ്ടാകുന്ന കടുത്ത അമർഷവും അറപ്പും തിരിച്ചറിയാൻ പ്രാദേശിക നേതൃത്വത്തിന് സാധിക്കുന്നില്ല. തങ്ങൾ ചെയ്യുന്നത് വലിയ വിപ്ലവ പ്രവർത്തനമാണെന്ന് കരുതുന്ന ഇത്തരക്കാർ പ്രസ്ഥാനത്തെ പൂർണ്ണമായും തകർച്ചയുടെ അഗാധതയിലേക്കാണ് തള്ളിയിടുന്നത്. അതായത് ആ ധാർഷ്ട്യം തന്നെ പിണറായി വിജയനെ എന്തുകൊണ്ട് ജനങ്ങൾ വീണ്ടും തോൽപ്പിച്ചു എന്നുള്ളതിന് ഉത്തരം ജനങ്ങൾക്ക് പറയാനുള്ളത് ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ സമീപനം തന്നെയാണ്. അതുതന്നെയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ജനങ്ങളോട് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു വികസന നായകനായ ഒരു മുതിർന്ന നേതാവിനെ ഇത്തരത്തിലുള്ള സംഘങ്ങളുടെയും കൂട്ടുപിടിച്ച് അപമാനിക്കുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ CPMന്റെ മുഖം തന്നെയാണ് വികൃതമാകുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ അഹങ്കാരത്തിനും അധംപതനത്തിനും ജനങ്ങൾ നൽകാൻ പോകുന്ന മറുപടി കനത്തതായിരിക്കുമെന്നതിൽ സംശയമില്ല. ഏതായാലും ഈ വീഡിയോ പുറത്തു വന്നത് പാർട്ടിക്കെതിരെയുള്ള തെറിവിളി കൂട്ടുക മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വീഡിയോ പല പേജുകളിലും പലരും ഷെയർ ചെയ്തിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ചില കമന്റുകൾ വായിക്കാം. തോൽവിയുടെ പ്രഹരം ഇതുവരെ മാറിയില്ല, അയ്യേ നാണക്കേട്. സുധാകരൻ വലിയ ഭൂരിപക്ഷത്തിൽ CPMനെ തോൽപ്പിച്ചതിലുള്ള അസഹിഷ്ണുതയാണ് മറ്റൊരു കമന്റ്. എന്ത് കഷ്ടമാണ്, സ്കൂളിൽ നിന്നും മണ്ണ് കക്കുന്നത് അറിഞ്ഞ് അത് അന്വേഷിക്കാൻ ചെന്ന സാറിനോട് രാഷ്ട്രീയം പറഞ്ഞ് വിഷയം മാറ്റാൻ ശ്രമിക്കുന്നു. ജനങ്ങൾക്ക് ഇത് എത്ര കൃത്യമായി മനസ്സിലാകും? അടികൊണ്ട് ഉടുപ്പും കീറി നിൽക്കുന്ന വ്യക്തിയല്ല ആശുപത്രിയിൽ. അടികൊണ്ടയാളെ ആശുപത്രിയിൽ നിന്ന് അടിച്ചവർ ഓടിച്ചു, അടിച്ചവർ ആശുപത്രിയിൽ അഡ്മിറ്റ്. ഈ ലോകത്ത് എങ്ങനെ നീതിയും ന്യായവും ഉണ്ടാകും? മറ്റൊരു കമന്റ്. ഒരു വ്യക്തിയുടെ ജനാധിപത്യ അവകാശ ബോധത്തെയാണ് അന്തവും കുന്തവും ഇല്ലാത്ത പാർട്ടി അടിമ ചോദ്യം ചെയ്യുന്നതിലൂടെ തന്നെ ബോധ്യമാകും ഇവന്മാരൊക്കെ മറ്റുള്ളവരോട് എത്രമാത്രം അസഹിഷ്ണുത വെച്ചു പുലർത്തുന്നവരാണെന്ന് ബോധ്യമാകാൻ. മറ്റൊരു കമന്റ്. അമ്പലപ്പുഴയുടെ വികസന നായകൻ തന്നെയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ അദ്ദേഹത്തെ അമ്പലപ്പുഴ നിവാസികൾ ഇഷ്ടപ്പെടാൻ കാരണമുണ്ട്. അഴിമതി രഹിത വികസന നായകൻ തന്നെയാണ്. അല്ലെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കുമോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വയം വിമർശന ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അഴിമതിക്കും മാഫിയ സംഘങ്ങൾക്ക് മുന്നിൽ കട്ടപ്പന പോലെ കാവൽ നിൽക്കേണ്ട സഖാക്കൾ തന്നെ പൊതുമുതൽ കൊള്ളയടിക്കുന്നതിന് കൂട്ടുനിൽക്കുകയും അത് ചോദ്യം ചെയ്യുന്ന സ്വന്തം മുതിർന്ന നേതാക്കളെ തെരുവിൽ വിചാരണ ചെയ്യുകയും ചെയ്യുന്നത് പ്രസ്ഥാനത്തിന്റെ ആശയപരമായ ഒരു തെറ്റ് തന്നെയാണ്. കമ്മ്യൂണിസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വളരെ മുതിർന്ന നേതാവാണ് സുധാകരൻ എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തുള്ളവരെയൊക്കെ തന്നെ മറ്റുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നതും അവരോട് സംസാരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് സുധാകരൻ. സുധാകരനെതിരെയുള്ള ഈ അനാവശ്യ വേട്ടയാടൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് അമ്പലപ്പുഴയിലെയും ആലപ്പുഴയിലെയും CPMന് തന്നെയായിരിക്കും വലിയ നഷ്ടം ഉണ്ടാക്കാൻ പോകുന്ന കാഴ്ചയായിരിക്കും ഒരു പക്ഷേ ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ കേരളം കാണാൻ പോകുന്നത്. കാരണം ഇനി 5 വർഷത്തെ ഭരണം കൊണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കും അദ്ദേഹത്തോട് അവിടെയുള്ള CPM നേതാക്കൾ ഇടപെടുന്നത്, അല്ലെങ്കിൽ ഇത്രയും അധിക്ഷേപകരമായിട്ടുള്ള വിചാരണ തന്നെ ഇനിയും അദ്ദേഹത്തിന് പൊതുമധ്യത്തിൽ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇതിനൊന്നും തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ ഡിമാൻഡില്ല. ഈ പറയുന്നത് പോലെ പബ്ലിക്കായിട്ട് ആളുകളെ വിചാരണ ചെയ്യുന്നതും അവരോട് വളരെ അഹങ്കാരത്തോടും ധാർഷ്ട്യത്തോടും കൂടി സംസാരിക്കുന്നതൊക്കെ തന്നെ ജനങ്ങൾ വെറുത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ജനങ്ങളോട് ഏറ്റവും അടുത്ത് വന്ന് അവരോട് ഇടപഴകുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്ന അതിന് പരിഹാരം കണ്ടെത്തുന്ന നേതാക്കളെയാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശിൻ്റെ ഓഫീസ് മുറിയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അദ്ദേഹത്തെ എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ മറ്റോ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ഒന്നും വേണ്ട, അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള സംവിധാനം ഇന്നുണ്ട്. ഇന്നൊരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജനങ്ങൾക്കായിട്ട് തുറന്നു കിടക്കുകയാണ്. അദ്ദേഹത്തിന് ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പോലുമുള്ള സമയമില്ല. പലപ്പോഴും പല വീഡിയോസ് പുറത്തു വരുമ്പോൾ കാണാം അദ്ദേഹം അവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ടേബിളിൽ അദ്ദേഹം കുറച്ച് അല്പം ചെരിഞ്ഞു നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് എണീക്കാതെ ജനങ്ങളെ നിർത്തിക്കൊണ്ടോ അവരുടെ വാക്കുകൾ അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാതെ ജനങ്ങൾ പേടിച്ച് വിറച്ച ഒന്നും തന്നെയല്ല ഇപ്പോൾ ഒരു കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിൽക്കാനും അദ്ദേഹത്തെ തൊടാനും അദ്ദേഹത്തോട് വളരെ സ്നേഹത്തോടെയും അതുപോലെ തന്നെ നമുക്ക് ധൈര്യപൂർവ്വം കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട്
ഉണ്ട്. കാരണം ഈ ഒരു UDF സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം ഇത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിച്ചത്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ കേരളത്തിൽ കാണാൻ സാധിക്കാത്ത ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഏതായാലും ഇനിയും ഇത്തരത്തിൽ നേതാക്കളെ വഴിയരികിൽ തടഞ്ഞു നിർത്തി കയ്യേറ്റം ചെയ്യാനോ അധിക്ഷേപിക്കാനും തുനിയുന്ന പ്രാദേശിക അണികളെ കടിഞ്ഞാണിട്ട് നിർത്തിയില്ലെങ്കിൽ ജനങ്ങൾ തന്നെ CPM നൽകുന്ന തിരിച്ചടി കടുത്തതായിരിക്കും. സുധാകരനെ തകർക്കാൻ നോക്കുന്നവർ അണിയിച്ചൊരുക്കുന്നത് CPM സ്വന്തം രാഷ്ട്രീയ കുഴി തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് പാർട്ടി തന്നെ നടപടിയെടുക്കുമെന്ന് കരുതാം.